കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. വായിച്ച വചനം എന്താണ്? ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന് പറഞ്ഞാൽ എന്തോ നമ്മളെന്നെ ചിന്തിക്കുന്നത്. ഈ വകയ്ക്ക് വിരോധമായി ഏത് വകയ്ക്കാണ്? അതാണ് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ഫലങ്ങൾക്ക് അല്ലെങ്കിൽ ഈ 9 ഫലങ്ങൾ ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണമില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ ഇന്നലെയും ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്നും അതേ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇന്നലെ പറഞ്ഞ കാര്യമായിരിക്കണമെന്നില്ല ഇന്ന് പറയുന്നത്. അല്ലേ? നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇവിടെ ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണം ഇല്ലെന്ന് പറയുമ്പോൾ 2 ജഡങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ്, വെല്ലുവിളിയാണ്. 2 ജഡങ്ങൾ തമ്മിൽ വലിയ വെല്ലുവിളി നടക്കുക എന്ന് പറഞ്ഞാൽ ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ വെല്ലുവിളിയാണ്. ഒരു മനുഷ്യനിൽ സംഭവിക്കുന്നതാണ്. അതാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ അല്ലെ ഗലാത്യലേഖനം 5-19 വായിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ ഏകദേശം 15 തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരു മനുഷ്യനില്. അപ്പോൾ തന്നെ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന 9 അല്ലേ കാര്യങ്ങൾ ഇപ്പൊ തമ്മിൽ വലിയ വെല്ലുവിളിയാണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വെല്ലുവിളി, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വെല്ലുവിളി, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വെല്ലുവിളി, അതുപോലെ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളുടെ വെല്ലുവിളി, അതുപോലെ സ്തോത്രം ഇസ്രായേലും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വെല്ലുവിളി, അങ്ങനെ അതുപോലെ റഷ്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള, അങ്ങനെ അനവധി രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര വെല്ലുവിളിയാണ്. ശരിയല്ലേ? 2 രാജ്യങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുന്ന പോലെ ഒരു മനുഷ്യൻ 2 സ്വഭാവം തമ്മിൽ വെല്ലുവിളിക്കുക. ഒരു മനുഷ്യൻ, ഒരു ജഡത്തിൽ 2 സ്വഭാവങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുക. ആരും ജയിക്കും? ലേറിയ നമ്മുടെ രാജ്യം പറയും നമ്മൾ ജയിക്കും, പാകിസ്ഥാൻകാർ പറയുന്ന അവർ ജയിക്കും, ചൈനക്കാർ പറഞ്ഞ അവരും ജയിക്കും, ഇസ്രായേൽ പറഞ്ഞ അവർ ജയിക്കും, അമേരിക്ക പറഞ്ഞ ഞങ്ങൾ ജയിക്കും. എല്ലാവരും ജയമാണ് ആഗ്രഹിക്കുന്നത്. പരാജയം എന്ന് പറയുന്ന ഒരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. അല്ലേരിയ ഇത് തന്നെയാണ് നമ്മുടെ ജഡത്തോടുള്ള പോരാട്ടം. ജഡത്തിലെ 15 തരത്തിലുള്ള ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലമായിരിക്കുന്ന 9 കാര്യങ്ങൾ, 9 ഫലങ്ങളുടെ തമ്മിൽ വലിയ വെല്ലുവിളിയാണ്. അല്ലേരിയ ഈ രാജ്യങ്ങൾ തമ്മിൽ വെല്ലുവിളിച്ച് മത്സരിച്ച് നിൽക്കുമ്പം സ്വർഗത്തിലെ ദൈവതൊക്കെ കണ്ടിട്ട് ചിരിക്കുക. ഇതുപോലെ നമ്മുടെ ജഡത്തിൽ 2 സ്വഭാവങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ കണ്ട് ചിരിക്കുക. അല്ലേരിയ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, എൻ്റെ മകനെ, മകളെ, എൻ്റെ സഹോദര അല്ലെ സഹോദരി, ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണമില്ല. അപ്പൊ നിങ്ങളിൽ തന്നെ 2 വെല്ലുവിളികൾ നടക്കും. നിങ്ങൾ അവയെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാകാൻ കഴിയുന്നത്. പ്രേസലോ വെല്ലുവിളികൾ. അതുകൊണ്ട് ഞാൻ പല രാജ്യങ്ങളിൽ തമ്മിൽ ഇപ്പൊ നിങ്ങൾ 2 അയൽവാസികൾ തമ്മിൽ വെല്ലുവിളിക്കുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ വെല്ലുവിളിക്കുന്നു, അപ്പനും മക്കളും തമ്മിൽ വെല്ലുവിളിക്കുന്നു, അമ്മായിയമ്മയും മരുമോളും തമ്മിൽ വെല്ലുവിളിക്കുന്നു. 2 ജഡങ്ങളാണ്. ഇതെല്ലാം 2 ജഡങ്ങളായിട്ട് കാണിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ഒരു ജഡത്തിലാണ് 2 സ്വഭാവങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുന്നത്. എത്ര കഠിനമാണ് മനുഷ്യന്റെ ജീവിതം, അല്ലേ? അല്ലേരിയ ഇപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് 9 ആത്മാവിന്റെ ഫലങ്ങളിൽ സ്നേഹമാണ് ഏറ്റവും ആദ്യത്തെ ഫലം എന്ന് പറയുന്നത്. അതും മഹത്വമേറിയ ഫലമാണ്. ഫ്രൈസലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ്. ഫ്രൈസലോ അല്ലേരിയ പുതിയ നിയമത്തിൽ കൊടുക്കപ്പെട്ടിരിക്കുന്ന 2 പ്രധാന കൽപ്പനകളും സ്നേഹത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഫ്രൈസലോ സ്നേഹത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് അല്ലേരിയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അല്ലേരിയ അതിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായം 37 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് അല്ലേ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന.
രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ പറഞ്ഞതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ചിലയിടത്ത് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ കൂട്ടുകാരനെ. അപ്പൊ ഇത് ഈ വകയ്ക്ക് വിരോധമായിട്ട് വേറെ ന്യായപ്രമാണമില്ല. ഇത് യേശു തന്നെ പരിശുശ്രൂഷയിൽ പറഞ്ഞതാണ്. എന്നെ കേൾക്കുന്നവർക്ക് യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നമുക്ക് അരുളപ്പാടുകളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നമ്മുടെ ജഡത്തിൽ പോരാടുന്ന രണ്ട് സ്വഭാവങ്ങളില് നമുക്ക് വേണ്ടാത്ത അശുദ്ധമായ ദുർഗന്ധം വമിക്കുന്ന സ്വഭാവങ്ങളെ എടുത്ത് പുറത്തെറിയുമ്പോഴാണ് നമ്മൾ മധുരമായ ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ മധുരമായ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഏറ്റവും വലിയ ഗിഫ്റ്റ് സ്നേഹമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്, ഏറ്റവും വലിയ ഗിഫ്റ്റ് സ്നേഹമാണ്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവ് സ്നേഹമാകുന്നൊരു ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്, നമുക്ക് തരിക. സ്നേഹമാകുന്നൊരു ഗിഫ്റ്റ് അങ്ങോട്ട് പൊട്ടിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്ന് ആ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ, അല്ലേ പണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്ന് വലിയ ഗിഫ്റ്റുകൾ വരുമായിരുന്നു. ക്രിസ്തുമസ് അതൊക്കെ ആകുമ്പോൾ വലിയ ഗിഫ്റ്റുകൾ വലിയ പെട്ടിക്കാതെ അത് വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ഒരുപാട് സാധനങ്ങൾ പെട്ടിയിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടം ഒരു പെട്ടി പൊട്ടിക്കുമ്പോൾ സോപ്പ്, ചീപ്പ്, കണ്ണാടി, വിദേശ സാധനങ്ങൾ, കറൻസികൾ, ഡോളറുകളൊക്കെ കിട്ടി, വാച്ച്, പെർഫ്യൂമൊക്കെ കിട്ടിയത് വളരെ വാർത്ത വന്നു കഴിഞ്ഞപ്പം പിന്നത്തേതിൽ എന്ത് ചെയ്തു, വർഷം തോറും ഈ ബോക്സ് വരുമ്പോൾ, ഈ ബോക്സ് വരുമ്പോൾ അത് ഒരു കൂട്ടം ആളുകൾ, എനിക്കൊന്ന് തൃശ്ശൂരുകാരെന്ന് തോന്നുന്നു, അവരെന്ത് ചെയ്ത് ഈ ഗിഫ്റ്റ് മേടിച്ചിട്ട് മാമയെ അവരുടെ കൈവശമാക്കി രാത്രി മുഴുവൻ അഴിച്ചു പിറക്കി പൊളിച്ചു നോക്കി നല്ലതെല്ലാം ചകഞ്ഞു മാറ്റി എന്നൊക്കെയാണ്. അത് തൃശ്ശൂരിലേക്കാണ് സംഭവിച്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ, നിങ്ങൾ ഇനി ചീത്ത പറഞ്ഞ് താഴെ ഇട്ടോ കേട്ടോ കമ്മിറ്റ്. യഥാർത്ഥ സംഭവമാണ്. എന്ത് ചെയ്തു, അങ്ങനെ മനുഷ്യൻ അത്യാർത്ഥി ജഡത്തിന്റെ പ്രവൃത്തി അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഒരു മനുഷ്യൻ തന്നെ രണ്ട് സ്വഭാവം. ഇപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അതിനകത്ത് നല്ല സാധനങ്ങളുണ്ടോ, അത് വിലപിടിപ്പുള്ള സാധനം, അത് പൊട്ടിക്കാൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ജഡത്തിന്റെ പ്രവൃത്തി. അപ്പം വീടെടുക്കപ്പെട്ട ദൈവമക്കളിൽ രണ്ട് സ്വഭാവം പോരാടാൻ തുടങ്ങി. അതുകൊണ്ട് ഇത് വലിയ കാലമില്ലാതെ അങ്ങ് ഇത് പോയി, വലിയ പോരാട്ടം. അപ്പം ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മളിലുണ്ട്. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ തിരസ്കരിക്കാനൊന്നും പറ്റത്തില്ല, എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ ആ കാലഘട്ടത്തിൽ എന്റെ സഭയില് ഒരു 10 കുട്ടികൾ ഗിഫ്റ്റ് കൊടുക്കാൻ ചോദിച്ചപ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഓടിക്കോളാൻ പറഞ്ഞു, ഈ ഇവിടെ നിൽക്കാൻ നിനക്കും തരാനുള്ളതല്ലെന്ന് പറഞ്ഞു. എന്തായാലും ദൈവം പിറ്റേ വർഷം അത് നിർത്തിക്കളഞ്ഞു. അല്ലേ? അപ്പം ജഡത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരാടുന്ന പോലെ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പോരാടുന്ന പോലെ നമ്മുടെ ജഡത്തിൽ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ പോരാടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നീ ദൈവത്തെ, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവുമില്ല. ഇനി കേൾക്കുന്നവരെ സ്നേഹിക്കുന്നത് നമ്മൾ സ്നേഹത്തിലേക്ക് മടങ്ങി വേണം. സ്നേഹം എന്നും കുറ്റം വിധിക്കുന്നവരായി തീരരുത്. അല്ലേ? പ്രൈസോ. എന്റെ ഒരു വളരെ സ്നേഹിതനായി ദൈവദാസൻ പറയുന്നത്, നീ ആ പുള്ളിയുടെ ഓരം ചാരി നടക്കുകയല്ലേ. അല്ലേ? എനിക്കറിയത്തില്ല എന്ത് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ആരുടെ ഓരം ചാരി നടക്കാറില്ല, എനിക്കങ്ങനെ നടക്കേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ നടക്കാനായിട്ട് ദൈവം രണ്ട് ബലമുള്ള കാര്യം തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരുടെ ഓരം ചാരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ദൈവദാസൻ പറയുക, അല്ലേ, പല്ലോട് പറയുക, ഇപ്പം പുള്ളി പല്ലോട് പറഞ്ഞ് നടക്കുക, ആ പുള്ളിയുടെ മറ്റേ പുള്ളി ഓരം ചാരി നടക്കുക. അങ്ങനെ ചാരി നടന്ന ശീലം ഉള്ളത് കൊണ്ടാണ് ഈ സഹോദരൻ അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് ആ ശീലമില്ല. എനിക്ക് വേറെ ആളുടെ ഓരം ചാരി നടക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് എന്നിൽ തന്നെ നടക്കാനുള്ള ദൈവത്തെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നിൽ രണ്ട് സ്വഭാവമില്ല. രണ്ട് സ്വഭാവം തമ്മിൽ പോരാടുന്നവരാണ് മറ്റൊരാളുടെ ഓരം ചാരി നടക്കുന്നത്. പ്രൈസലോ. അങ്ങനെയൊക്കെ ഒരുപാട് കമന്റുകൾ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ. ഞാനിതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ക്ഷമിക്കുക. കാരണം കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ, മൂട എന്ന് വിളിച്ചാൽ, ലളിയ, അപ്പൊ കർത്താവ് കണക്കിടും. അതുകൊണ്ട് നമ്മൾ മൗനമായിട്ടിരിക്കുക, മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളി. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങൾ എത്ര വിധിച്ചാലും എന്നോട് കർത്താവ് പറഞ്ഞത്, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണം ഇല്ലെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു,
നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ജഡത്തിന്റെ പ്രവർത്തനത്തിൽ വെളിപ്പെടരുത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ നീ ഒരു സ്ഥലത്ത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കരുത്. ജഡത്തിന്റെ പ്രവൃത്തികൾ നീ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചാൽ നീ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. ലോകത്തിൽ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് പാപത്തിന്റെ കറകളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് അവന്റെ രക്തത്താൽ നിങ്ങളെ വെടിപ്പാക്കിയെടുത്ത് ആമേൻ ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ തന്നിട്ട് ആത്മാവിന്റെ ഫലങ്ങൾ നിന്റെ ഉള്ളിൽ പകർന്നിട്ട് കർത്താവ് പറയുകയാണ്, സ്നേഹമാകുന്ന ഗിഫ്റ്റ് അങ്ങോട്ട് നിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റിനകത്തുനിന്ന് പിന്നെ എന്ത് ചെയ്യണം? സന്തോഷവും അല്ലെങ്കിൽ സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും തിരിച്ചയും. ഈ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ അതിനകത്തും പല സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ഈ സ്നേഹമാകുന്ന ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ ആ ഗിഫ്റ്റിനകത്തുനിന്ന് നിങ്ങളിൽ വെളിപ്പെടേണ്ടതാണ് സമാധാനവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഒക്കെ. ഹല്ലേലൂയ. നമ്മൾ അതാണ് വെളിപ്പെടേണ്ടത് കേട്ടോ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ എല്ലാ കാലത്തും ദൈവത്തിന് വിലപ്പെട്ടവനാണ്. അവന്റെ മരണത്തിലും ദൈവത്തിന് വിലപ്പെട്ടവനാണ്. നമ്മൾ ആരും മോശക്കാരല്ല. അതുകൊണ്ടാണ് ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നത് നമ്മൾ 116 സംഖ്യത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ മരണം പോലും ദൈവത്തിന് വിലപ്പെട്ടതാണ്. അപ്പൊ ആ ഭക്തന്റെ മരണത്തിൽ പോലും ദൈവം വിലയേറിയതെന്ന് പറയുമ്പോൾ നാം ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലത്താൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് എത്ര വിലയേറിയവളാണ്. അതുകൊണ്ട് ജഡത്തിന്റെ സ്വഭാവത്തെ നീക്കിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ പ്രവൃത്തിയിൽ ആത്മാവിന്റെ സ്വഭാവമുള്ളതിനായി മാറണം. രക്തം ചെയ്യും. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ഒരിക്കലും അതിനകത്ത് കൂട്ടിച്ചേർക്കാതെ അതിനകത്ത് ചേർക്കാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി ധ്യാനികളും പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ആ വചനത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹം നിറയുള്ളൂ. സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ സ്നേഹമാകുന്ന ഗിഫ്റ്റിനകത്ത് ബാക്കിയുള്ള എല്ലാ ഫലങ്ങളും ഉണ്ട്. സ്നേഹമാകുന്ന ഗിഫ്റ്റിനകത്ത് എല്ലാ ഫലങ്ങളും പുറപ്പെടുവിച്ചാൽ നീ എത്രയോ സുന്ദരനായിരിക്കും, സുന്ദരിയായിരിക്കും. ലോകം തരുന്ന ലോകം തന്നെ സുന്ദരനാണെന്ന് സുന്ദരിയാണെന്ന് പറഞ്ഞാലും അത് ഭൂമിയിലുള്ളത് മാത്രമാണ്. പക്ഷേ ആത്മാവിന്റെ ഫലത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ആദാമിലും ഔവ്വയിലും നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ ദൈവം നിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കുക. നീ തേജസ് പ്രാപിക്കുകയാണ്. നീ പുതുക്കം പ്രാപിക്കുകയാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരികയാണ്. മുമ്പ് നീ ജഡത്തിന്റെ സ്വഭാവം പ്രയോഗിച്ചു. ഇന്ന് ദൈവം പറയുകയാണ്, നീ ജഡത്തിലല്ല ജീവിക്കേണ്ടത്, നീ ആത്മാവിൽ ജീവിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ഭവനത്തിലായിരുന്നാലും കുടുംബ ജീവിതത്തിലായിരുന്നാലും മക്കളുടെ ബന്ധത്തിലായാലും ജോലി സ്ഥലത്തായിരുന്നാലും നീ ഏത് മേഖലയിലായിരുന്നാലും നീ ആത്മാവിൽ ജീവിക്കുന്നവനായിരിക്കണം, ആത്മാവിൽ ജീവിക്കുന്നവളായിരിക്കണം. ആമേൻ. ജഡത്തിന്റെ പ്രവൃത്തികളെ നീ മാറ്റിക്കളയാൻ. 2 രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയായി നിൽക്കും പോരാടുമ്പോൾ അവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ വളരെ പ്രതികൂലമായ സാഹചര്യമാണ്. ഭയങ്കര ഭീതി വരുത്തും. അതുകൊണ്ട് നിന്റെ ഉള്ളിലും 2 സ്വഭാവങ്ങൾ തമ്മിൽ പോരാടുമ്പോൾ അത് നീ ഭവനത്തിൽ വെളിപ്പെടുത്തുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് വലിയ ഭീതിയുടെ അനുഭവം, അത് രക്തച്ചൊരിച്ചിൽ വരെ ഉണ്ടാകും കേട്ടോ. അത് ആത്മഹത്യ വരെ സംഭവിക്കാം, മരണം കുടുംബത്തിൽ സംഭവിക്കാം. അതുകൊണ്ട് ഇന്ന് പകരം നീ ആത്മാവിന്റെ ഫലമുള്ളവനായി മാറണം, ഫലമുള്ളവനായി മാറണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവിക സ്നേഹം സകല ലോകങ്ങളെയും നിലനിർത്തി ഭരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം സകല ലോകങ്ങളെയും ലോകരാജ്യങ്ങളെയും സകല ലോകത്തുള്ള സകല മനുഷ്യരെയും നിലനിർത്തി വരുന്നു. സ്നേഹമാണ് കുടുംബങ്ങളെ കെട്ടി ഉറപ്പിക്കുന്നത്. സ്നേഹമാണ് കുടുംബങ്ങളെ കെട്ടി ഉറപ്പിക്കുന്നത്. സ്നേഹം ഭവനത്തിലില്ലെങ്കിൽ ആ കുടുംബം തകർന്ന് തരിപ്പണമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്നേഹമില്ലാത്ത കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നാൽ നരകത്തിൽ ചെല്ലുന്നത് പോലെ. ഹല്ലേലൂയ. ചില ഭവനങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നരകത്തിൽ എത്തിയതുപോലെ തോന്നും. കാരണം ആ ഭവനത്തിനകത്ത് ഒരിക്കലും സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയത്തില്ല, സ്നേഹത്തോടുള്ള ഇടപെടലുകളില്ല, സ്നേഹത്തോടുള്ള സഹകരണങ്ങളില്ല. അവിടെ എപ്പോഴും മനുഷ്യൻ കലിതുള്ളി നിൽക്കുക. എന്നാൽ ദൈവത്തിന് വചനം പറഞ്ഞ കുടുംബത്തെ കെട്ടിപ്പണതെടുക്കുന്ന സ്നേഹമാണ്. ഭാര്യ ഭർത്താവ് തമ്മിൽ ഹല്ലേലൂയ സ്തോത്രം സന്തോഷമായ ജീവിതം നയിക്കുന്നത് സ്നേഹത്തിലൂടെ മാത്രമാണ്. പരസ്പര ബന്ധം അതിനകത്തൊരു അവിശ്വസ്തത വരാൻ പാടില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിനകത്തൊരു അവിശ്വസ്തത വരാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവിശ്വസ്തത വന്നു കഴിഞ്ഞാൽ ആ ബന്ധം തകരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ നിങ്ങളും ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ജഡത്തിന്റെ സ്വഭാവത്തെ നിന്റെ ഉള്ളിൽ പ്രവേശിക്കാതെ നീ ആത്മാവിന്റെ സ്വഭാവമുള്ളതിനായി ആത്മസ്വഭാവമുള്ളവളായി മാറണം. രക്തം ചെയ്യും. ഈ പാപലോകത്തിൽ ഞാനിതീ ജീവിക്കുകയും ഈ പാപത്തിന്റെ അധീനതയിൽ പെട്ടുപോകാതെ ഇവിടെ
നടക്കുന്ന പ്രവർത്തിക്കാൻ ഇവിടുത്തെ ജനം കാണിക്കുന്നത് അനുസരിച്ച് നീ പോകാതെ അവരങ്ങനെ ജീവിക്കുന്നു, അവൾ ഇങ്ങനെ ജീവിക്കുന്നു, എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യചിഹ്നങ്ങൾ ഈ തലമുറയിൽ നിന്ന് വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നത് അവിശ്വാസികളോട് ഇടയില്ല പിണ കൂടരുത്. അല്ലേലൂയ. അവരെന്ത് ചെയ്താലും ഇവരെന്ത് ചെയ്താലും അവൻ എങ്ങനെ നടന്നാലും നിനക്കതിനകത്ത് പ്രമാണമില്ല നിൽക്കാൻ. അവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാനുള്ള പ്രമാണമില്ല. നിന്നെ ദൈവം ലോകത്തിൽ നിന്ന് വേർതിരിച്ചതാണ്, ലോകത്തിൽ നിന്നെ വീണ്ടെടുത്തതാണ്. പാപത്തിന്റെ കറകളെ കഴുകിയിട്ട് സ്വർഗത്തിൽ ആ സ്നേഹമാകുന്ന ഗിഫ്റ്റ് നിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. നീ ആ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ സമാധാനം, സന്തോഷവും, സൗന്ദര്യവും, ദൈവം, വിശ്വസ്തത ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ മാത്രമേ വരാവൂ. ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ കുടുംബത്തെ കെട്ടിപ്പടുന്നത് അല്ലെങ്കിൽ സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ കുടുംബം നിങ്ങൾ കണ്ടിരിക്കും. നമ്മൾക്ക് നമ്മുടെ കുടുംബം കണ്ടാൽ തന്നെ അറിയത്തില്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിയെന്ന് കണ്ടിട്ടുണ്ടോ? എന്താണ് അല്ലെങ്കിൽ സ്വരം? ഭാര്യയും ഭർത്താവും തമ്മിലോട്ട് കലഹപ്പെട്ട് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അനവധി കുടുംബങ്ങൾക്കകത്ത് സാത്താൻ ആധിപത്യം പുലർത്തുന്നു, പിശാച് ആധിപത്യം പുലർത്തുന്നു. പിശാച് പല കുടുംബത്തിന്റെയും അല്ലെങ്കിൽ നായകനായി മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയി. രക്തം ചെയ്യും. അപ്പോൾ ഒരു രാജ്യത്തെ നിലനിർത്തുന്നത്, ഒരു കുടുംബത്തെ നിലനിർത്തുന്നത്, ഒരു വ്യക്തിയെ നിലനിർത്തുന്നത് എല്ലാം സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ ജീവിതം തകർന്ന തരിപ്പണമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു പ്രത്യാശ, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹമാകുന്നു. അപ്പം വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ ഈ മൂന്ന് നിലനിൽക്കുന്നെങ്കിൽ അതിലൊക്കെ വലിയത് സ്നേഹമാണ്. സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, ഈ ലോകത്തിൽ താൽക്കാലികമായ ജീവിതമാണ്, അല്പകാലം മാത്രമാണ്, പ്രവാസികളാണ്, അന്യരാണ്. നമ്മളിവിടെ താമസിക്കുമ്പോൾ ഏത് സമയത്തും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. ഹല്ലേലൂയ. സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഈ ലോകത്തിന്റെ സുഖരൂപങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിന്റെ സഹോദരനെ നീ പകയ്ക്കരുത്. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ കയ്പും പകയും വിദ്വേഷം വെച്ചുകൊണ്ട് നീ ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ നിന്റെ നിത്യത നഷ്ടപ്പെടുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി, കുടുംബത്തിന്റെ നന്മയ്ക്ക് തടസ്സമായി മഹാവ്യാധികൾ കുടുംബത്തിനകത്ത് കടന്നു വരുന്ന, ശാപങ്ങൾ കടന്നു വരുന്നത്, ജീവിതത്തിൽ വീഴുവാൻ കഴിയാതെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, ചെയ്യുന്ന ജോലികളും ചെയ്യുന്ന ബിസിനസ്സുകളും എല്ലാം പരാജയപ്പെടുന്നതിന്റെ കാരണം നിന്റെ ജീവിതത്തിൽ രണ്ട് സ്വഭാവങ്ങൾ, ജഡത്തിൽ രണ്ട് സ്വഭാവം പോരാടുന്നത് കൊണ്ടും ആത്മാവിൽ നിനക്ക് നിറയപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ മറ്റുള്ള ശത്രുത പുലർത്തുന്നതുകൊണ്ട് നീ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുകയാണ്. രക്തം ചെയ്യാൻ അത് നിലനിൽക്കുന്ന നമ്മൾ സ്നേഹിത ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ലെന്ന് സർവശക്തൻ നമ്മോട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുമ്പോൾ ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്തെ രണ്ട് സ്വഭാവത്തിന്റെ അനുഭവത്തെ നീക്കിക്കളയണം. നിന്റെ ജീവിതത്തിന്റെ രണ്ട് സ്വഭാവം നീക്കി നീ കർത്താവ് നീ ആത്മാവിന്റെ ഫലങ്ങളിലേക്ക് വരണം. രക്തം ചെയ്യണം. അപ്പൊ ഇവയിൽ വലിയ സ്നേഹം തന്നെ. അപ്പോൾ സ്നേഹം ഒരു നാട് ഉതിർന്നു പോകുകയില്ലെന്നാണ് നല്ലൊരു സ്തോത്രം 1 കൊരിന്ത്യർ ലേഖനം 13:8 പറയുന്നത്. ഈ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം നമ്മൾ തുടർമാനമായിട്ട് വായിക്കണം, ആവർത്തിച്ച് വായിക്കണം. കഴിയുമെങ്കിൽ ആ അധ്യായം കാണാതെ പഠിച്ചു വെക്കണം. ഹല്ലേലൂയ. അപ്പൊ അവിടെ പൗലോസ് പറയുകയാണ്, 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ നീങ്ങിപ്പോകും. അപ്പൊ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുകയില്ല. സ്നേഹം ഉതിർന്നു പോകുകയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉതിർന്നു പോകുകയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുരുമുളക് മരത്തിൽ അല്ലെങ്കിൽ കുരുമുളക് ചെടിയിൽ അനേകത്തി കുരുമുളകൾ അതിന്റെ ആ നാരിൽ ഉണ്ടാകും. അനവധി കുരുമുളക് മണികൾ കാണും. ആ കുരുമുളകുകൾ അവിടെ നിന്ന് വളർന്നു കഴിയുമ്പോൾ അല്പകാലം കഴിയുമ്പോൾ അത് പഴുക്കുവാൻ തുടങ്ങും. പഴുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ചരടിൽ നിന്ന് അത് ഉതിർന്ന് വീഴാൻ തുടങ്ങും. ഹല്ലേലൂയ. മാത്രമല്ല, ഒരു ഫലം നമ്മളുടെ വൃക്ഷത്തിൽ നിന്ന് നോക്കിയാൽ ആ ഫലം ഹല്ലേലൂയ ആ വൃക്ഷത്തിൽ അല്ലെങ്കിൽ പഴുത്ത് അതിന്റെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ പറിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഉതിർന്ന് വീഴാൻ തുടങ്ങും. അങ്ങനെ കുരുമുളക് മണി ഉതിർന്ന് വീഴുന്നത് പോലെ ഒരു മുന്തിരിക്കുലയിൽ നിന്ന് മുന്തിരി ഉതിർന്ന് വീഴുന്നത് പോലെ ഹല്ലേലൂയ അങ്ങനെയുള്ളതല്ല സ്നേഹം. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല. ആ സ്നേഹം എല്ലാ കാലത്തും ദൈവം അരക്കിട്ട് ഉറപ്പിച്ചതുപോലെ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ സ്നേഹത്തിനാണ് വില.
ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ അരികിലേക്ക് കടന്നു വന്ന അനവധി ആളുകളുണ്ട്. കുരുടന്മാരുണ്ട്, ചികിടന്മാരുണ്ട്, മുടന്തന്മാരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, കണ്ണു കാണാത്തവരും പക്ഷപാതക്കാരുമുണ്ട്, വിവിധ വ്യാധികൾ പിടിച്ചവരുണ്ട്, ചന്ദ്രരോഗം പിടിച്ചവരുണ്ട്, അല്ലെങ്കിൽ മരിച്ച ആളുകളുണ്ട്. അങ്ങനെ വിവിധ 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 തലത്തിൽ സകല വ്യാധി പിടിച്ചവരും യേശുവിന്റെ അരികിൽ കടന്നു വന്നു. അല്ലെങ്കിൽ യേശുവിന്റെ അരികിൽ കടന്നു വന്നപ്പോൾ അതിൽ കടന്നു വന്ന അതിപ്രധാനമായ ഒരു വിഷയമാണ് കുഷ്ഠരോഗി യേശുവിന്റെ അരികിൽ കടന്നു വന്നത്. കുഷ്ഠരോഗി യേശുവിന്റെ അരികിൽ കടന്നു വന്നപ്പോൾ നമ്മെ പോലെയുള്ളവരാണെങ്കിൽ ആ കുഷ്ഠരോഗം നമ്മിൽ പടരുമെന്ന് പറഞ്ഞ് നാം കുഷ്ഠരോഗിയിലേക്ക് അടുക്കാതിരിക്കുമ്പോൾ യേശു ചെയ്തു ആ കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. യേശു കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച് യേശു അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ കുഷ്ഠം മാറി. ഹല്ലേലൂയ. അത് സ്നേഹം ഉതിർന്നു, യേശുവിന്റെ സ്നേഹം ഉതിർന്നു പോകാത്തതാ. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ യേശു ഓടി ഒളിക്കുകയല്ല ചെയ്തത്. അവന്റെ ശരീരത്തെ തൊട്ടപ്പോൾ എന്ത് ചെയ്തു? വലിയ ശക്തി യേശുവിന്റെ കുഷ്ഠരോഗിയിലേക്ക് വ്യാപരിച്ചു. ആ കുഷ്ഠരോഗിയെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ കുഷ്ഠം മാറി. കുഷ്ഠരോഗിയെ തൊട്ടതുകൊണ്ട് യേശുവിലേക്ക് കുഷ്ഠം വന്നില്ല. യേശു ക്രിസ്തുവിന് ശക്തി പുറപ്പെട്ടു. യേശു ക്രിസ്തു സ്നേഹം അങ്ങോട്ട് പകർന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിന്റെ വേദന മാറി. ശ്രോതാവേ, ഇന്ന് പകൽ നീ അറിയേണ്ട സംഭവമാ. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ മുമ്പിൽ വന്നവരെ എല്ലാം സ്നേഹിച്ചതുപോലെ ആ സ്നേഹമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും. അപ്പൊ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകത്തില്ല. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു എന്നാണ്. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹമാണ് അല്ലെങ്കിൽ എല്ലാം വിശ്വസിക്കുന്നു പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഒരു വചനമുണ്ട് കേട്ടോ. അത് ഒരുപാട് പരാതികളും ഒരുപാട് പ്രശ്നങ്ങളും ഞാനിപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പാസ്റ്ററേ, ഞാൻ ജീവിതത്തിൽ തകർന്നു, കഴിഞ്ഞൊരാഴ്ച ഞാൻ ഉറങ്ങിയിട്ടില്ല, കണ്ണുനീരും മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സൗകര്യം എന്റെ ജീവിതാനുഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞ മുമ്പേ നിങ്ങളെ ഈ വിഷയം ഓർപ്പിച്ചില്ലേ? ഞാൻ ആ സൗകര്യം നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിനോട് പോരാട്ടം ഒരു വെല്ലുവിളിയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. കുടുംബത്തെ തകർപ്പ ജഡത്തിന്റെ ശക്തി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ആ സൗകര്യം പറഞ്ഞ് എന്റെ പാസ്റ്റർ ശരിയാണ്. ഞാൻ പിന്നെ സൗകര്യം ആശ്വസിപ്പിച്ചു കേട്ടോ. ഹല്ലേലൂയ. കാരണം സ്നേഹം ഉതിർന്നു പോകാത്തതാണ്. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു പറയുമ്പോൾ അതിനകത്ത് അവിശ്വസ്തത വരാൻ പാടില്ല. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ സ്നേഹത്തിനകത്ത് നീ അവിശ്വസ്തത ഭാര്യയോട് കാണിക്കരുത്, ഭർത്താവിനോട് കാണിക്കരുത്, മക്കളോട് കാണിക്കരുത്, ദൈവസഭയോട് കാണിക്കരുത്, ദൈവത്തോട് നീ അവിശ്വസ്തത കാണിക്കരുത്. ഹല്ലേലൂയ. സ്നേഹത്താൽ നിറയപ്പെട്ട മനസ്സായിരിക്കണം നിന്റെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന അനവധി സ്ത്രീകൾ, സ്ത്രീകളുടെ അവിശ്വസ്തത അനവധി ഭർത്താക്കന്മാർ. ഹല്ലേലൂയ. പാപത്തിന്റെ അധീനതയിൽ വീണ് കിടക്കുന്ന, പാപത്തിന്റെ വശീകരണത്തിൽ വീണ് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കകത്ത് വശീകരിക്കപ്പെട്ട ജഡത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് വളരെ കഷ്ടം നിറഞ്ഞതായിരിക്കും. രക്തം ചെയ്യും. അപ്പൊ എന്താണ്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹം ഒരു നമ്മൾ ഉതിർന്നു പോകുകയില്ല. ഹല്ലേലൂയ. അപ്പൊ സ്നേഹം എന്താണ്? എല്ലാം വിശ്വസിക്കുന്നത്. 1 Corinthians 13:7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതുന്നുണ്ട്, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതാണ് ആ എഴുത്തന്നെയാണ് സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. ഇത് യഥാർത്ഥമായി ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹമാണ് കേട്ടോ. നമുക്ക് ആവശ്യം ലോകത്തിൽ നിന്നുള്ള സ്നേഹമല്ല, ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ ഒരു ചെയ്യാളിയാണ് സുഹൃതാവേ. ഹല്ലേലൂയ. ഞാൻ പണ്ടൊക്കെ അല്ലെങ്കിൽ ലോകസ്നേഹമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ കണ്ടതൊക്കെ ലോകസ്നേഹമാണ്, ലോകക്കാരുടെ സ്നേഹമാണ്. പക്ഷെ ദൈവസ്നേഹം എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. അന്ന് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ജഡത്തിൽ 2 സ്വഭാവങ്ങൾ നിറയപ്പെട്ട് പോരാടിക്കൊണ്ടിരിക്കുക. 2 സ്വഭാവങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുക. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ 2 സ്വഭാവങ്ങൾ തമ്മിൽ എന്നും എന്നോട് യുദ്ധമാണ്. എനിക്ക് ആ യുദ്ധത്തെ ജയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ, സാക്ഷാൽ വീണ്ടെടുപ്പുകാരൻ, രക്ഷകനായിരിക്കുന്ന യേശു കർത്താവിന്റെ ജീവിതത്തിൽ എന്നിൽ യുദ്ധം ചെയ്യുന്ന ജഡത്തിന്റെ പ്രവൃത്തികളെ നീക്കി ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം എന്റെ ഉള്ളിൽ പകർന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്തോത്രം, സമാധാനം, സന്തോഷമൊക്കെ നിറയുവാൻ തുടങ്ങി. രക്തം ചെയ്യും. അപ്പം നമുക്ക് ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ ബന്ധം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, യേശു ക്രിസ്തു ഇപ്രകാരം പറയുക, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം.
യേശു പറഞ്ഞത് എന്താണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും പറയും. അല്ലേരിയ, നമുക്ക് എന്തുവാണെങ്കിലും തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടായിരിക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയുന്നെങ്കിൽ മാത്രമേ യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുവാൻ കഴിയുള്ളൂ. ഒരു ദൈവസഭയുടെ പാസം മറ്റൊരു ദൈവസഭയുടെ പാസം കണ്ടു കഴിയുമ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ 2 ഡിനോമിനേഷൻ, 2 ചർച്ചകൾ. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ ഒരുപാട് വേർപെട്ട കൂട്ടങ്ങൾ, വിവിധ സംഘടനകളുണ്ട്. അങ്ങനെ വിവിധ സംഘടനകളുള്ള ദൈവദാസന്മാരെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയണം. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയുന്നെങ്കിൽ മാത്രമേ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. അവൻ IPC കാരനാണ്, ശാരോകനാണ്, AG-കാരനാണ്, അവൻ ന്യൂണ്യക്കാരനാണ്, ചർച്ച കൂടുകാരനാണ്, അവൻ ശാരോകനാണ്, അവൻ അസംബ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം മാറി ഒഴിഞ്ഞ് മുഖം താഴ്ത്തി തല കുടിച്ച് പോകരുത്. ഹല്ലേലൂയ. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചുകാരനെ കണ്ടു കഴിഞ്ഞാൽ തല താഴ്ത്തി പോകരുത്. ഒരു ക്രൈസ്തവ വിശ്വാസിയെ കണ്ടു കഴിയുമ്പോൾ തല താഴ്ത്തി പോകരുത്. ഒരു ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവരെയും സ്നേഹിപ്പാൻ കഴിയും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും നമ്മൾ വെറുക്കാൻ പാടില്ല. വെറുപ്പ് എന്ന് പറയുന്ന സ്വഭാവത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിക്കളയണം. ഹല്ലേലൂയ. ആരോട് നിങ്ങൾ വെറുപ്പ് കാണിക്കരുത്, കയ്പ് കാണിക്കരുത്. കയ്പും പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നന്മ അനുഭവിക്കാൻ കഴിയാത്തത്, നന്മ പ്രാപിക്കാൻ കഴിയാത്തത്, കുടുംബത്തിൽ ഉയരാൻ കഴിയാത്തത്, കുടുംബത്തിൽ സന്തോഷമില്ല, തകർച്ചയുടെ അനുഭവത്തിലേക്ക് നീ പോകുന്നത് നിന്റെ ഉള്ളിലെ വെറുപ്പും കയ്പും പകയുമാണ്. അതെല്ലാം സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടെത്തന്ന് ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ നിന്ന് അവൻ പറിച്ചു മാറ്റിക്കളയും. എന്നാൽ യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെട്ടവൻ, യഥാർത്ഥമായി രക്ഷകനെ കണ്ടെത്തിയവൻ, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, അഭിഷേകമുള്ളവൻ, വിശുദ്ധ ജീവിതം നയിക്കുന്നവൻ, അവൻ ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ട് ഉറപ്പിച്ച് നിൽക്കുന്നവനാണെങ്കിൽ അവന്റെ ഉള്ളിൽ സ്നേഹത്തെ പറിച്ചു മാറ്റാൻ പിശാചിന് കഴിയില്ല. നമ്മളെ പറിച്ചു നടാൻ വേണ്ടി പലരും വരും കേട്ടോ. സഭയ്ക്കകത്ത് തന്നെ വളരെ പറിച്ചു നടന്ന് നടക്കുക ഇപ്പൊ ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. ഒരിക്കൽ എൻ്റെ മൂത്ത സഹോദരന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സഭയിൽ ഞങ്ങൾ മാറി, ഇപ്പൊ ഞങ്ങൾ ആ സഭയിലല്ല പോകുന്നത്. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാ? അന്ന് അവിടെ ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കാൻ വന്നിരുന്നു. ആ ദൈവദാസൻ തലയെ കൈവച്ചിട്ട് പറഞ്ഞു പറിച്ചു നടണമെന്ന്. ഞാൻ ചോദിച്ചു എന്താ പറിച്ചു നടുക പറഞ്ഞ അദ്ദേഹം പറഞ്ഞു പറിച്ചു നടുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു കണ്ടം, ഒരു പാടം നിറയ്ക്കാൻ, പാടം വിത്ത് വിതയ്ക്കാൻ വേണ്ടി ഒരുപാട് നെല്ലുകൾ കൊണ്ടുവന്ന് പാകി മുളപ്പിച്ചിട്ട് അത് പ്രായമാകുമ്പോൾ പറിച്ചു നടും. അതങ്ങനെ പറിച്ചു നടുന്നത് പോലെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് മാറണം. നിങ്ങൾ ഈ സഭയിൽ നിങ്ങൾ പറഞ്ഞ് മറ്റൊരു സഭയിൽ പോകണം. ഒരു പാടത്തിൽ പറിച്ച് മറ്റൊരു പാടത്തിൽ വെക്കുന്ന പോലെ അങ്ങനെ എന്ത് ചെയ്തു? അവർ നിന്നൊരു സഭ നല്ല സഭയായിരുന്നു. ആ സഭയ്ക്കകത്ത് ഒരു പറിച്ചു നട്ട് കഴിഞ്ഞതിനോടുകൂടി പിന്നെ അവരുടെ ജീവിതത്തിൽ വളരെ അധോഗതി പോകുന്നു എന്നുള്ളതാണ്. വളരെ അധോഗതി. എന്നെ കേൾക്കുന്ന നമ്മൾ പറിച്ചു നട്ട് പോയി. ചില ആളുകൾ അങ്ങനെയാ പറിച്ചു നട്ട് ഈ ആഴ്ചയിൽ ഇവിടെ സഭ, അടുത്ത ആഴ്ച വേറെ സഭ, പിന്നത്തെ ആഴ്ച. ഒരു വിശ്വാസം എനിക്കറിയാം, 4 ആഴ്ച 4 സഭയിലാണ് പോകുന്നത്. അല്ലേ? 4 ആഴ്ച 4 സഭ ചെന്നിട്ട് പറയും, ആ സഭ ചോദിക്കും പാസ്റ്റർ പ്രാർത്ഥന വളരെ, അടുത്ത ആഴ്ച ഇവർ പ്രാർത്ഥന വരുത്. ചില ആളുകളൊക്കെ അങ്ങനെ ഉലകം ചുറ്റി നടക്കും. ദിക്കറിയാതെ ഇങ്ങനെ വഴുതി എഴുന്നേറ്റിട്ട് എങ്ങോട്ട് തിരുന്നോ അങ്ങോട്ട് പോകുന്ന വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ. രക്തജയം. എന്നെ കേൾക്കുന്ന പ്രശ്നം ദിക്ക് തെറ്റിപ്പോകരുത്. യഥാർത്ഥ ദിശയിലൂടെ യാത്ര ചെയ്യണം. കടലിൽ കൂടി ഓടുന്ന കപ്പൽ അല്ലെങ്കിൽ അതിന്റെ ദിക്ക് തെറ്റിപ്പോയാൽ അത് മറ്റ് രാജ്യത്തിന് എന്ത് കയറും, അല്ലെങ്കിൽ അതിന്റെ വഴി തെറ്റിപ്പോകും, അല്ലെങ്കിൽ അതിന് പാത തെറ്റിപ്പോകും. അതുകൊണ്ട് വിമാനം മുകളിൽ അന്തരീക്ഷത്തിൽ കൂടെ പറക്കുമ്പോൾ, ആകാശമണ്ഡലത്തിൽ പറക്കുമ്പോഴും അതിന് ദിശ മാറാൻ പാടില്ല.
അല്ലെങ്കിൽ ദിശ മാറിയാൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കും, ദിശ മാറിയാൽ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. അതുകൊണ്ട് ഒരിക്കലും ദിശ മാറാതെ യഥാർത്ഥമായി പോകണം. ഇന്നത്തെ കാലഘട്ടത്തില് അങ്ങനെയൊന്നുമില്ല. പലരും ദിശ തെറ്റി മാറി ഓടുന്നവരാ. അവർ ചെന്ന് ചാടുന്ന വലിയ അപകടത്തിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഉള്ളിൽ, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഉള്ളിൽ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ആ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. നിനക്ക് വേണ്ടിയാ വന്നത്. നിന്റെ ശരീരത്തോട് പോരാടുന്ന യുദ്ധം ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. അത് 15 കൂട്ടരുണ്ട്. 15 കൂട്ടരെ നിന്റെ ഉള്ളിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ട് ഞാൻ നിനക്ക് ആത്മാവിന്റെ ഫലത്തെ തരാൻ പോവുകയാണ്. അല്ലേറിയ യേശു വന്നത് എന്താ? നമ്മുടെ ആത്മാവിൽ നിറയ്ക്കാനാ, ആത്മാവിന്റെ ഫലം തരാൻ വേണ്ടിയാ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശു പറയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. സ്നേഹം എന്ന പദത്തിന് അല്ലൊരു വളരെ വിലയുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമുണ്ട്, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹമുണ്ട്, അയൽവാസികൾ തമ്മിലുള്ള സ്നേഹമുണ്ട്, ബന്ധുക്കൾ തമ്മിലുള്ള സ്നേഹമുണ്ട്, സഭയിൽ വിശ്വാസികൾ തമ്മിൽ സ്നേഹമുണ്ട്, ഇടയനുമായുള്ള സ്നേഹമുണ്ട്. ഹല്ലേലൂയ! എല്ലാവരുമായിട്ട് നമുക്ക് സ്നേഹമുണ്ട്. എല്ലാ സ്നേഹത്തെക്കാൾ ഏറ്റവും വലിയ സ്നേഹം യേശു ക്രിസ്തു തരുന്ന സ്നേഹമാണ്. അതിന് അഗാപ്പെ എന്ന് പറയും. അല്ലേ? അപ്പൊ യേശുവിന്റെ സ്നേഹം വലിയ ദൈവിക സ്നേഹം, വലിയ ദൈവിക സ്നേഹം സകലത്തിനും മേലായി നിൽക്കുന്നതാണ്. ദൈവത്തിന്റെ സ്നേഹം സകല സ്നേഹത്തിനും മുകളിലായി നിൽക്കുന്നതാണ്. ഭൂമിയിലെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ താൽക്കാലികമാണ്, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. അല്ലേലൂയ! ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി, ഈ 2025 അനവധി യുവതി യുവാക്കന്മാർ ആത്മഹത്യ ചെയ്തു. കടലിൽ ചാടി, വിഷം കുടിച്ച്, കായലിൽ ചാടി, പുഴയിൽ ചാടി, അല്ലെങ്കിൽ ആത്മഹത്യ വിവിധ നിലകൾ അവർ ചെയ്തു. എന്തുകൊണ്ടാണ്? പലരും അവരെ സ്നേഹിച്ചു, പരസ്പരം സ്നേഹിച്ചു. ആദ്യ സ്നേഹമൊക്കെ നല്ല സ്നേഹപ്രകടനം, നല്ല മധുരമായിരുന്നു. അവസാനം കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ സ്നേഹം തണുത്തുപോയി. കറിയേപ്പൽ പോലെ വലിച്ചെറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പല യുവതികളും ആത്മഹത്യ ചെയ്തു. അല്ലേരിയ! എന്നെ കേൾക്കുന്ന പ്രിയ യുവതി വാക്കന്മാർ, കൗമാര് പറയട്ടെ, ലോകത്തിന്റെ സ്നേഹം നീ തേടി പോകരുത്. ലോകക്കാർ നിന്നെ വളരെ സ്നേഹിക്കും. ലോകക്കാർ നിന്നെ വളരെ സ്നേഹത്തോടു കൂടി നിന്നെ ചേർത്ത് പിടിക്കും. തേനെ പാല് ചക്കര എന്നൊക്കെ വിളിക്കും. പക്ഷെ അത് കേട്ട് നീ മയങ്ങിപ്പോകരുത്. അതെല്ലാം താൽക്കാലികമാണ്. നിന്നെ കൊണ്ട് കാര്യം കണ്ട് കഴിയുമ്പോൾ നിന്റെ ചവറ് പോലെ എടുത്ത് പുറത്തു കളയും. പിന്നെ നീ മരണത്തിന് വേദിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് ലോകത്തിന്റെ സ്നേഹത്തിലേക്ക് നീ പോകരുത്. കർത്താവ് തരുന്ന സ്നേഹം നീ ആഗ്രഹിക്കണം. യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് എല്ലാവരും ഒരുപോലെ സ്നേഹിപ്പാൻ നീ ചതിവിൽപ്പെടുകയില്ല. അല്ലേരി! ഞാൻ എല്ലാവരും പറയും, നിങ്ങളുടെ ഉള്ളിൽ യേശുവിന്റെ സ്നേഹം വേണം, നിങ്ങൾ വഞ്ചിക്കപ്പെടത്തില്ല. അല്ലേരിയ! ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ കുടുംബത്തിനകത്ത് എത്ര നാളായി കണ്ണുനീര്, എത്ര നാളായി കഷ്ടത. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്ക് സന്തോഷത്തോട് പണിയെടുത്ത് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? പണിയെടുത്താൻ്റെ പോക്കറ്റ് പൈസ ഉണ്ടോ? എന്നും പ്രശ്നങ്ങളിൽ, എന്നും വെല്ലുവിളി. എത്ര കാലങ്ങളായി നീ കോടതി കയറി ഇറങ്ങുന്നു, എത്ര കാലങ്ങളായി നീ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. നീ നിയമത്തിന് മുമ്പിൽ എത്ര നാളുകളായി നോട്ടപ്പുള്ളിയായി മാറി. നിനക്ക് സ്നേഹത്തോടെ കഴിയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നിന്റെ ഉള്ളിൽ പോരാടുന്ന ഒരു ജഡത്തിന്റെ ശക്തിയുണ്ട്. ആ ജഡത്തിന്റെ ശക്തി നിന്റെ ഉള്ളിടത്തോളം കാലം നിനക്കെല്ലാ സ്ഥലങ്ങളും പോരായിരിക്കും. ആർക്കും നിന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അല്ലേലും എന്റെ കഴിഞ്ഞ 25 വർഷക്കാല ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലായിരുന്നു. ലോകപ്രകാരം ഞാൻ പലരും സ്നേഹിച്ചു. അതെല്ലാം എതിരായി മാറി. ഒരുപാട് എതിരാളികളുണ്ടായി. അവസാനം ഞാൻ എൻ്റെ നാട് വിട്ട് ഓടേണ്ടി വന്ന സമയത്ത് എനിക്ക് സ്നേഹം നിറച്ച് എൻ്റെ കർത്താവാകട്ടോ. അല്ലേലൂയ! എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവസ്നേഹമാണ് സകല സ്നേഹത്തെക്കാൾ വലുത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ക്രിസ്തുവിലൂടെയുള്ള സ്നേഹമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ ഒരാൾ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹമാണ്. മക്കളെ, കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം എന്ന് വേണ്ട ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിനകത്ത് ഇന്നത്തെ കാലം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയാണ്, മെസ്സഞ്ചറിലൂടെ പരിചയപ്പെടുക, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ട് എത്ര യുവതിയുവാക്കും വരെ ചതിവിലകപ്പെട്ടവർ, എത്ര ആളുകളുടെ ജീവിതം തകർന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടുന്ന സ്നേഹം, യൂട്യൂബിലൂടെ കിട്ടുന്ന സ്നേഹം, ഫേസ്ബുക്കിൽ കിട്ടുന്ന സ്നേഹം, വാട്സപ്പിൽ മെസ്സഞ്ചർ കിട്ടുന്ന സ്നേഹം, അത് നിന്നെ തകർത്ത് തരിപ്പണമാക്കും കേട്ടോ. അല്ലേലിയ! സ്തോത്രം! അല്ലേലിയ! സ്തോത്രം!
ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ദൈവദാസൻ വളരെ ശക്തമായിട്ട് വിളിച്ചു കേട്ടോ. ഒരു ദൈവദാസൻ വളരെ ഒരു ദിവസം വിളിച്ച്, രണ്ടാമത്തെ ദിവസം വിളിച്ച് വളരെ സ്നേഹത്തോടൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയും, എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ദൈവദാസനാന്ന് ഓർത്തോണം, എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണം. അതുകൊണ്ട് ഞാനൊരു അല്ലെങ്കിൽ നമ്പർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് OTP ഇങ്ങനെ അയച്ചു തരണമെന്ന് പറഞ്ഞു. അല്ലേ. അപ്പം വീണ്ടും അദ്ദേഹം എന്നെ നിർബന്ധിക്കുക. അദ്ദേഹം ബാംഗ്ലൂരുകാരനാ. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പരൊക്കെ നോക്കും, മുമ്പ് ഞാൻ വിളിച്ചിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, എനിക്ക് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ അദ്ദേഹത്തിന്റെ ഒരു പാസ്സാണ് എനിക്ക് മനസ്സിലായി. അല്ലേരിയ. അദ്ദേഹം പേര് പറയുന്നില്ല, അദ്ദേഹം പല്ല് വഞ്ചിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ വിളിച്ചിട്ടും എന്റെ വാട്സപ്പിന്റെ അതിന്റെ OTP ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ലേരിയ. അപ്പൊ ഞാനുടനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്രദറെ പാസ്റ്ററെ എന്റെ വാട്സപ്പിന്റെ OTP, നിങ്ങൾക്ക് എന്റെ വാട്സപ്പാണ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്റെ നമ്പർ സേവ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് കാണും. അല്ലേരിയ. ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യും, നിങ്ങളുടെ വാട്സപ്പിലേക്കും വരാം. അതിന് പിന്നെ എന്റെ OTP. അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് തട്ടിപ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട് മനസ്സിലാക്കിയിട്ടും പലർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി, എൻ്റെ OTP നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എനിക്ക് വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ OTP അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവൻ നമ്മുടെ വാട്സപ്പിനകത്ത് കയറി അവൻ നമ്മുടെ വാട്സപ്പ് ഹാങ്ങാക്കും. മാത്രമല്ല അവനെല്ലാം അശ്ലീലം അയക്കും. അതല്ല, നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചാൽ, ആരുടെങ്കിലും സംസാരിച്ചാൽ മുഴുവനും ചോർത്താൻ തുടങ്ങും. നമ്മളെ അവൻ താമെ തവിട്ടുപിടിയാക്കും. വളരെ സ്നേഹത്തോടെയാണ് ഈ ദേവദാസൻ വിളിച്ചത്. അവസാനം ഞാൻ പറഞ്ഞത്, ഈ നമ്പരൊക്കെ ബാംഗ്ലൂർ എടുത്താൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അല്ലേടിയ. അദ്ദേഹം ഓർത്തും ഞാൻ അതിനകത്തും വഴുതി വീഴുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ പാസ്സായി, നിങ്ങൾ പാസ്സമുള്ള ആ വേഷം ധരിച്ച പാസം എന്നൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ ഞാനൊരു ശുശ്രൂഷ നിങ്ങൾ എന്നെ വിശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചെങ്കിൽ, നിങ്ങളെ ആ കാപട്യമായ സ്നേഹത്തിൽ എന്നെ വീഴ്ത്താനാണ് ശ്രമിച്ചെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളെ അങ്ങനെ പലരും വിളിക്കും കേട്ടോ. അല്ലേ. കാരണം നിങ്ങളുടെ വാട്സപ്പിന്റെ ഒരാൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ ഗ്രൂപ്പിൽ മെമ്പർ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ OTP നിങ്ങൾ ആർക്കും കൊടുക്കരുത് കേട്ടോ. വാട്സപ്പിന്റെ OTP ഇതാ. അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ കൊടുക്കരുത്, നീ ചതിവിലകപ്പെടും. അങ്ങനെ ചതിവിലകപ്പെട്ട അനവധി ആളുകളെ എനിക്കറിയാം. അല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ മാത്രം നിശ്ചയിക്കണം. കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം, നിനക്ക് സ്നേഹം തരാൻ വേണ്ടി അവൻ സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്നു. വലിയ ഫിലിപ്പിലെ 2:5 വായിച്ചങ്ങ് കാണാൻ കഴിയും. വലിയ അതിന് യേശു വലിയ ത്യാഗമായ സ്നേഹം നമുക്ക് നൽകി തന്നു. വലിയ യേശു ക്രിസ്തുവിലെ ത്യാഗമായ സ്നേഹത്തെ കാണുന്നു. അവൻ നിങ്ങളിൽ അതിരുകവിഞ്ഞ് സ്നേഹം വെച്ച് തരിക. അവൻ സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് ദാസരൂപമെടുത്ത് ആ സ്നേഹാധിക്യത്തിൽ ഭാരമേറിയ കുരിശെടുത്തുകൊണ്ട് അവൻ കന്മലയിലേക്ക് ആ ഗോൽഗോത്തയിലേക്ക് നമുക്ക് വേണ്ടി ആ കുരിശ് ചുമന്നു. അല്ലേലൂയ. അവൻ തളർന്നവനായി യെരൂശലേം വീതിയിൽ കൂടി നടന്നു. അല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, റോമാലേഖനം സ്തോത്രം വായിക്കുമ്പോൾ കാണുന്ന റോമാലേഖനത്തിൽ വരുമ്പോൾ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലൂയ, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടിയ ഭാരമേറിയ ക്രൂശ് ചുമന്നു, നമുക്ക് വേണ്ടിയ ക്രൂശ് കൊണ്ട് സഹിച്ചു. അല്ലേലൂയ. അവനെ ജനം മാറി നിന്ദിച്ചു, പരിഹസിച്ച്, ചാട്ടവാർ കൊണ്ടടിച്ചു. അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി, അവന്റെ കൈകാലുകൾ കരിരുമ്പാണിയാൽ തുളയ്ക്കപ്പെട്ടു. അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന് അവന്റെ ആങ്കി ചീട്ടിട്ടെടുത്തു. എല്ലാവരെയും ദുഷിച്ച് പഴിച്ചു. അല്ലേലൂയ. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമായി തീർന്ന ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് നമുക്ക് തന്നിരിക്കുന്ന. ആ സ്നേഹമാണ് എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ നിറയപ്പെടേണ്ടത്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആരുടെ നീ വശീകരണ വഞ്ചനയാകപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാലഘട്ടത്തിൽ വിവിധ മീഡിയയിൽ കൂടി നിങ്ങൾ വഞ്ചിതരാകുന്നുണ്ട്. അല്ലെങ്കിൽ അനവധി യുവതി യുവാക്കന്മാർ ആമയൊക്കെ വഞ്ചിതരാകുന്നു. 1-2 മക്കളുള്ള സൗകര്യമാർ ഭർത്താവിന്റെ മക്കൾ വീക്ഷിച്ചിട്ട് പോകുന്നു. മക്കളെയും ഭാര്യ വീക്ഷിച്ച് ഭർത്താക്കന്മാർ കടന്നു പോകുന്നു. അല്ലെങ്കിൽ എത്ര നീചമായ ലോകത്തിന്റെ സ്നേഹം ശത്രുത്വമാണ്, ദൈവത്തോട് ശത്രുത്വമാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സോദാവി, നീ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ലോകത്തിന് വേർതിരിച്ചത്. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കാം. അപ്പൊ ക്രൂശ് മരത്തിന്റെ 2 ചട്ടങ്ങളെ കുറിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. ഒരു ദൈവദാസൻ പ്രസംഗിച്ചതാണ്.
ഹല്ലേലൂയ. ഞാനത് വായിച്ചു. വായിച്ചപ്പം ഞാൻ അതിനെ ഒന്നുകൂടെ ചിന്തിച്ചു. ക്രൂശ് മരണത്തിൽ അല്ലെങ്കിൽ ആ ക്രൂശ് മരത്തിൽ രണ്ട് ചട്ടങ്ങളുണ്ട്. ഒന്ന് നേരെയുള്ള ചട്ടം, ഒന്ന് കുറുകെയുള്ള ചട്ടം. രണ്ട് തടികളാണല്ലോ. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നേരെയുള്ള ചട്ടം സ്വർഗീയ ദൈവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന സ്നേഹത്തെ കാണിക്കുന്ന ഈ കുരിശന്റെ നേരെയുള്ള ആ തടി എന്ന് പറയുന്നത് ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ദൈവസ്നേഹം പെരുവെള്ളം പോലെ സ്വർഗത്തിൽ നിന്ന് നദിയായി നമ്മുടെ മേൽ ഒഴുകി വരുന്നതായിട്ടാണ് ഈ നേരെയുള്ള ചട്ടം കാണിക്കുന്നതെന്ന് ഒരു ദൈവദാസൻ പ്രസംഗിച്ചത് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനത് വായിക്കാൻ കഴിഞ്ഞു. രണ്ടാമത് കുറുകെയുള്ള ചട്ടമാണ്. കുറുകെയുള്ള ചട്ടം എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ട് കരങ്ങൾ നമുക്ക് വേണ്ടി കാര്യവും പണിയാൽ തറയപ്പെടാൻ നീട്ടിക്കൊടുത്തു. പാപത്താൻ നിറയപ്പെട്ട് ശാപത്താൻ നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ വീണ് ക്രിസ്തുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നപ്പോൾ കർത്താവ് കാൽവരി ക്രൂശിൽ രണ്ട് കരങ്ങൾ നീട്ടിക്കൊടുത്തിട്ട് അവന്റെ രണ്ട് കരങ്ങളിലും കാര്യവും പാണി അടിച്ചിറക്കി. ആ കാര്യപ്പാണി അവന്റെ കരങ്ങൾ അടിച്ചിറക്കുമ്പോഴും അവന്റെ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോയില്ല. സ്വാഭാവി യേശുവിന്റെ സ്നേഹം കാര്യപ്പാണിയെ തറയിപ്പിടും മുൾക്കിരീടം അടിച്ചിറക്കുമ്പോൾ അവന്റെ കാൽപാദത്തിൽ കാര്യപ്പാണി അടിച്ചിറക്കുമ്പോഴും അവന്റെ വിലാപ്പുറം കുത്തി തുറക്കുമ്പോഴും യേശുവിന്റെ സ്നേഹം ഉതിർന്നു പോകാതെ എല്ലാം വിശ്വസിക്കുന്ന എല്ലാം പ്രത്യാശ എല്ലാം സഹിക്കുന്ന സ്നേഹമായിരുന്നു. അതെന്നിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം. ലോക സ്നേഹം നിരുള്ളിലേക്ക് ഒരിക്കലും വരരുത്. അതുകൊണ്ട് യേശു ചെയ്തു തന്റെ കൈ ആ തടിയിലേക്ക് ചുറ്റി. ഒന്ന് നേരെയുള്ള ആ ചട്ടം, ഒന്ന് കുറേയുള്ള ചട്ടം. നേരെയുള്ളത് ഉയരത്തിൽ സ്നേഹം ഒഴുകിയിരുന്നു. രണ്ടാമത് നമ്മുടെ പാവങ്ങൾക്ക് കൈ നീട്ടിക്കൊടുത്തതാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ ശ്രോതാവി, കർത്താവ് എന്റെ മക്കളെ എന്റെ അരികിൽ വരുവിൻ. എന്റെ അരികിൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈശ്വരന് നിങ്ങൾ എൻ്റെ അരികിൽ വരിക. എൻ്റെ അരികിൽ വരുന്നവൻ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. അതുകൊണ്ടാണ് 11-ാം അധ്യായം 28-ാമത്തെ വാക്യം യേശു പറഞ്ഞു, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നൊരു വായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എൻ്റെ മുഖം ഏറ്റുവാൻ എന്നോട് പഠിപ്പിൻ. എന്റെ മുഖം മൃദു, എന്റെ ചുമട് ലഘുവുമാകുന്ന കർത്താവ് പറഞ്ഞില്ലേ? അത് യേശുവിനെ വിളിക്കുന്ന സ്വഭാവി. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, യേശുവിനെ വിളിക്കുകയാണ്. നീ ഏത് കഷ്ടതയുടെ, ഏത് പ്രതിസന്ധി, കണ്ണുനീരിന്റെ, ദുഃഖത്തിന്റെ ഏത് മേഖല കടന്നുപോയാലും നിന്റെ ഭാരങ്ങളെ നീക്കി നിന്റെ കുടുംബത്തിനകത്ത് സ്നേഹത്തെ നിറയ്ക്കുക. യേശു പറയുക, എല്ലാവരും എന്റെ അടുക്കൽ കടന്നു വരികയും അധ്വാനിക്കുന്ന ഭാരം ചുമക്കാൻ ജീവിതത്തിൽ വേദനയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നിലവിലാണോ നീ ഇന്ന് പകൽ പരിശുദ്ധൻ പറയുന്നത്? നീ എന്റെ അടുത്ത് വരിക. മദ്യപാനത്തിന് അടിമയാണോ? പുകവലിക്ക് അടിമയാണോ? ലഹരിക്ക് അടിമയാണോ? ലോകത്തിന്റെ ജലികമായ ജീവിതത്തിന് അടിമയാണോ? തകർന്ന തരിപ്പണമായ ജീവിതമാണോ? കുടുംബജീവിതം ചിന്ന ഭിന്നമായ അനുഭവമാണോ? ജോലി നഷ്ടപ്പെട്ടാണോ? ജോലി ഇല്ലാതെ ഭാരപ്പെടും. കൃഷി നഷ്ടപ്പെട്ടാണോ? കടക്കിണിയാൻ നീ ഭാരപ്പെടുകയാണോ? മഹാവ്യാധിയാൽ നീ ഭാരപ്പെടുകയാണോ? ഏത് വിഷയത്തിനാണ് നീ ഭാരപ്പെടുന്നത്? അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന വായുള്ളൂർ എല്ലാവരും എന്റെ അടുക്കൽ വരുമെന്ന് യേശു പറഞ്ഞ പോലെ നീ കർത്താവിന്റെ അരികിലേക്ക് വരുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങളെ മാറ്റി പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ചവൻ ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ലെന്ന് നമ്മൾ വചനത്തെ വായിച്ചു. ഏത് വകയ്ക്ക്? ആത്മാവിന്റെ ഫലമായി സ്നേഹത്തിന് വിരോധമായി. ഈ ഒരു ന്യായ പ്രമാണമില്ല. കണ്ണുകളടച്ചാട്ട് നിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം നൽകി യേശുവിന് കഴിയും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ വചനം വായിക്കും. ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ലെന്ന് വായിച്ചതുപോലെ കർത്താവ് ഈ ജലത്തിനുള്ളിൽ രണ്ട് ശക്തികൾ തമ്മിൽ പോരാടി, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് ശക്തികൾ യുദ്ധം ചെയ്യുമ്പോൾ മകൾ കർത്താവ് ജഡത്തിന്റെ ആ ശക്തിയെ മാറ്റിക്കളഞ്ഞിട്ട് ആത്മാവ് ദർശിച്ച കർത്താവ് ദൈവസ്നേഹത്തിൽ മടങ്ങി വരട്ടെ. കുടുംബത്തിനകത്ത്, കുടുംബജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താവ്, മക്കളും അപ്പനും അമ്മയും അമ്മായിമ്മയും മരുമക്കളും കൊച്ചുമക്കൾ അടങ്ങുന്ന സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ, അയൽവാസികൾ, മിത്രങ്ങൾ, സഭ, ദൈവമക്കൾ, കൂട്ടായ്മകൾ, വിശ്വാസികൾ, വിശ്വാസികളും അധികാരികളുമായി കർത്താവ് സകല ജനങ്ങളുമായി ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കുന്ന അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ശാപങ്ങൾ മാറിപ്പോകട്ടെ, പാപങ്ങൾ മാറിപ്പോകട്ടെ, വ്യാധികൾ മാറിപ്പോകട്ടെ, കടക്കണികൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, സങ്കടങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, തകർക്കുന്ന എല്ലാ അന്യായ ബന്ധനത്തെ ഞങ്ങൾ യേശുവിന്റെ
യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുകയാണ്. മനുഷ്യരുടെ കോപവും ശാഠ്യവും ദന്തവൃക്ഷവും ഭിന്നതയും അസൂയയും എന്തു വേണ്ട എല്ലാ കർത്താവ് കോപത്തിന്റെ ആത്മാവിനെ മാറ്റി ജനസമാധാനത്തിലേക്ക് കടന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉള്ളങ്ങളിൽ നിറയപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടുള്ള ദൈവമക്കളെ ദൈവസഭയെ ക്രൈസ്തവ സമൂഹത്തെ ഏൽപ്പിക്കുകയാണ്. വളരെ പീഡയിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് സകല ശത്രുക്കളെയും സ്നേഹിപ്പങ്കരം കൊടുക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.